ഇന്ന് മത്തിയുടെ ഇച്ചിരി പരിഞ്ഞിലിരിപ്പുണ്ടായിരുന്നു, അത് വറക്കാം. കുറച്ച് മത്തി, ഒരു 1/2 കിലോ മത്തിയുടെ പരിഞ്ഞിലാണ് ഇത്. അതിനാവശ്യമുള്ള സാധനം എടുത്തത്, കുറച്ച് തേങ്ങാപ്പീരി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി അത് കുറച്ചെടുത്ത് അതുമെല്ലാം അരിഞ്ഞു വെച്ചു. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ നല്ലതായിട്ടൊന്ന് ഞെരടി, ശകലം ഉപ്പ് കൂടിയിട്ട് ഞെരടി എടുക്കണം. ഇത്രയും ഉപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, ഒരു ശകലം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. നല്ലതായിട്ടൊന്ന് ഞെരടി എടുക്കണം. വാഴയില എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് ഇതിടാം. കുറച്ച് പരിഞ്ഞിലേ ഉള്ളായിരുന്നു, തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് കുറേ ആയി, എല്ലാവർക്കും വേണ്ടേ. ഒന്ന് പരത്തി അട പോലെ വറുത്തെടുക്കാം. വേറെ ഒരു ഇലയും കൂടെ അതിൻ്റെ പുറത്തോട്ട് വെച്ച് ഒരു ഉരുളി എടുത്ത് അതിനകത്തോട്ട് വെക്കാം. അടിവശം ഒത്തിരി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെറിയ ഒരിലയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് മറ്റേ പരിഞ്ഞിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തൊരു വെയിറ്റ് വെക്കണം. അതിനൊരു ചട്ടി എടുത്ത് വെക്കണം. മീൻ വെക്കുന്ന ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ഒരു വെയിറ്റ്. അന്നേരം നല്ലതായിട്ടൊരു മുരിഞ്ഞൊക്കെ കിട്ടും. അപ്പോൾ അവിടെ ഇരുന്ന് വേവട്ടെ. പരിഞ്ഞിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് തിരിച്ചിടാം. ഇതിനേൽ അതിൻ്റെ പുറത്ത് തന്നെ വെക്കണം. വെച്ചിട്ട് ഞാൻ തിരിച്ചിടുന്നത് കാണിക്കാം. ഇത് ഞാനൊരു പാത്രത്തിൻ്റെ മണ്ടയ്ക്കാണ് വെച്ചേക്കുന്നത്. വേറെ ഒരു പാത്രം എടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വെക്കണം. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചാൽ മതി. വേണ്ട, ഒരു സൈഡെല്ലാം ശരിയായിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ എടുക്കാം. 2 വശമായിട്ടുണ്ട്. ഒരു വശം ശകലം കരിഞ്ഞു പോയി. ഞാൻ തുണി കഴുകാൻ പോയപ്പോഴത്തേന് ശകലം കരിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്. മത്തിയുടെ പരിഞ്ഞിൽ വറുത്തതും ഞണ്ട് കറി. ഇത് രണ്ടും കൊണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട. സൂപ്പർ.